ും എന്താ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ഇത്തിരി കൂടുതലാണ്. എന്നാലും അങ്ങനെ പോണു. എന്തൊക്കെ ചെയ്യാമെന്നൊന്നും അറിയില്ല മക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ നിലമ്പൂർ, നിങ്ങളൊക്കെ വാർത്ത കേട്ടോ ഇല്ലേന്നറിയില്ല. കുറേ ആൾക്കാർ കേട്ട് കാണും, കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. നിലമ്പൂർ ഉമൈറ എന്ന് പറഞ്ഞൊരു രണ്ടാനമ്മ, ഒരു 80% ഓട്ടിസം ബാധിച്ച ഒരു 6 വയസ്സുകാരനെ മൃഗീയമായി പീഡിപ്പിച്ചിരിക്കുന്നു. ചൂട് വെച്ചിട്ടും അടിച്ചിട്ടും ആഹാരം കൊടുക്കാതെയും. ഈ കുട്ടിയുടെ ഉമ്മ 6 വയസ്സുള്ള ഈ കുട്ടിയുടെ ഉമ്മ 1.5 വയസ്സുള്ളപ്പോൾ ഉമ്മക്ക് ക്യാൻസർ ബാധിച്ച് ഉമ്മ മരിച്ചു പോയിക്കുന്നു. അങ്ങനെ വാപ്പ 2ാം വിവാഹം കഴിച്ചതാണ് ഈ ഉമൈറ എന്ന് പറഞ്ഞ പെണ്ണിന്. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ മരിക്കുമ്പോൾ ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞു, പ്രൈവറ്റ് സ്കൂളിൽ. അപ്പോൾ അതേ സ്കൂളിൽ തന്നെ ഈ ഉമൈറാക്കും ടീച്ചറായിട്ട് ജോലി കൊടുത്തു. അങ്ങനെ ഉമൈറാക്കും ഉണ്ട് ഒരു കുട്ടി. ഈ കുട്ടി ഉമ്മ മരിച്ചതിന് ശേഷം കുട്ടിയുടെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ 4 വയസ്സ് വരെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വാപ്പയും ഇവരും കൂടെ കേസ് കൊടുത്താണ് ഈ കുട്ടീനെ അവിടുന്ന് വാങ്ങിക്കൊടുന്നിരിക്കുന്നത്. കാരണം കുട്ടിയുടെ പിതാവ് ചോദിക്കുമ്പോൾ കൊടുക്കണമല്ലോ. അങ്ങനെയാണ് ഈ കുട്ടീനെ വാങ്ങിക്കൊടുന്നിരിക്കുന്നത്. വാങ്ങിക്കൊടുന്ന് ഇവരെ വീട്ടിലാവുമ്പോൾ ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാതെയും അതേമാതിരി തച്ചിട്ടും മറ്റേ ചൂട് വെച്ച അടയാളങ്ങൾ, ചൂട് വെച്ച് പൊള്ളിച്ചത്, മുറിവുകൾ, അങ്ങനെ. കാരണം കുട്ടി ആരോടും പോയി പറയില്ലല്ലോ. അത് കുട്ടിക്ക് മുണ്ടാൻ വയ്യല്ലോ, അതുകൊണ്ട് ആരോടും പോയി പറയില്ലല്ലോ. ഇതൊക്കെ ഇവളൊരു അധ്യാപികയാണ്, എത്രയോ മക്കളെ നോക്കേണ്ട ആളാണ്, ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്, സ്നേഹിക്കേണ്ട ആളാണ്. എന്നിട്ടാണ് ഈ രൂപം ചെയ്തു വെച്ചിരിക്കുന്നത്. പൊന്നാര മക്കളെ, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ കേസ് കൊടുത്താൽ നല്ലോണം നോക്കണേ ആ വാപ്പാൻ്റെ അടുത്ത് നിന്ന് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ആ കുട്ടീനെ വാങ്ങിക്കൊടുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുണ്ട് വിട്ടുകൂടാന്നില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടീനെ നിങ്ങൾ സുന്ദരമായിട്ട് നോക്കിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അതിനെ നോക്കണുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഈ അവസ്ഥ ആ കുട്ടിക്ക് വരുത്തണോ? പാവല്ലേ ഇത്. ഈ പാവങ്ങളൊക്കെ ഈ ഉമൈറ, നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. ഉമൈറ, നീയും ഒന്നിനെ വളർത്തുന്നില്ലേ? നാളെ മറ്റാരും അതിനൊന്നും ചെയ്യാനില്ലെങ്കിലും നിനക്ക് അള്ളാഹു ഗ്യാരണ്ടി തന്നിട്ടില്ലല്ലോ. നീയും ഈ കുട്ടിയുടെ ഉമ്മ മരിച്ചു പോയ മാതിരി നീ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ വിവാഹം കഴിക്കും, അക്കാര്യം ഉറപ്പാണ്. നിൻ്റെ കുട്ടിയും ഒരു 2ാം നമ്മുടെ അടുത്തേക്ക് തന്നെയല്ലേ പോകേണ്ടി വരിക. അതല്ലെങ്കിൽ നിൻ്റെ ഉമ്മ ആയിക്കോട്ടെ അപ്പയിക്കോട്ടെ ആരാണെങ്കിലും നോക്കുമ്പോൾ നീ നോക്കുന്നത് മാതിരിയാകുമോ? എന്താണ് ഉമൈറ ഒളിവിലാണെന്നാണ് പറഞ്ഞത്. ഉമൈറ മനസാക്ഷി എന്ന് പറയുന്നത് തീരല്ലേ. കാരണം അത് അതിൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും നന്നായിട്ട് നോക്കിയിരുന്ന കുട്ടി അവിടുന്ന് നിങ്ങൾ തട്ടിപ്പറിച്ച് കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നത് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? അതെവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതിയപ്പോൾ നിങ്ങൾക്ക്, അതോ അതിന് നാളെ ഭാവിയിലേക്ക് ഇത് വളർന്ന് വന്നാൽ ഇതിനുള്ള മുതൽ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണോ ഉമൈറ ഇത് ചെയ്തത്? എനിക്ക് ഉമൈറാനോട് വല്ലാത്ത കലി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ 2 അമ്മമാർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ ഞാൻ കേട്ടതാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞാനൊക്കെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് അങ്ങനത്തെ മക്കളെ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉമൈറാക്ക് വേണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളത് ഏറ്റെടുക്കാതിരിക്കുക. ഏറ്റെടുത്താൽ അതിന് വേണ്ട കൈകാര്യങ്ങൾ ചെയ്ത് ഒരു 18 വയസ്സ് വരെ വളർത്തിയാൽ മതി അതിനെ. അത് കഴിയുമ്പോൾ അതിൻ്റേതായ അത് തന്നെ ചെയ്യും. അതല്ല പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും അടുത്താണ് ആ കുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കുക. ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് മനുഷ്യനാണ് ഈ മനുഷ്യൻ? സ്വന്തം കുഞ്ഞിനെ ഒരാൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ മുറിവേൽപ്പിക്കുമ്പോൾ അത് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അതിനെ അവിടുന്ന് തല്ലും വക്കാനായിട്ട് വാങ്ങിക്കൊടുന്നിട്ട് 2ാം കൂടി ഉമ്മാൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മഹാപാവം ചെയ്യാനാണോ? ഇങ്ങനെ ഉപദ്രവിക്കാനാണോ? മനസ്സാക്ഷിയില്ലേ നിങ്ങൾക്കൊന്നും? എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ? നിങ്ങളെക്കൊണ്ട് പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ പോരെ. എന്തിനാണ് ഒരു മുണ്ടാൻ പോലും വയ്യാത്തൊരു പൈതലിനെ നിങ്ങൾ കൊടുന്ന് ചൂട് വെക്കാനും അടിക്കാനും? അതിൻ്റെ ശരീരത്ത് മുഴുവൻ മുറിവാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്ത് അവർ ചൈൽഡ് ലൈനെ വിളിച്ച് അവിടുന്ന് ആൾക്കാർ വന്ന് അവർ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇവൾ ഒളിവിലും പോയിരിക്കുന്നത്. അപ്പോൾ ഇവൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവൾ ഒളിവ് പോകേണ്ട ആവശ്യമില്ലല്ലോ.
ബാലപീഡനം, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പരമാവധി ശിക്ഷ കൊടുക്കണം. അന്നല്ലെങ്കിൽ നമ്മളത് ഏറ്റെടുക്കാതിരിക്കുക. എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറയുക. ഇപ്പം അത്ര വിദ്യാഭ്യാസം വിവരം ഇല്ലാത്ത ആളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ടീച്ചറാണ്. ഈ ടീച്ചറൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് മക്കളെ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ സ്കൂളിലേക്ക്, ഇവൾ ടീച്ചറായിരിക്കണം സ്കൂളിലേക്ക് പറഞ്ഞയക്കണത്? ഇവൾക്കൊക്കെ ഒരു ടീച്ചറെന്ന് പറഞ്ഞ് ഇത് പറയാൻ തന്നെ അർഹതയുണ്ട് അവൾക്ക്. കാരണം ഒരു ഓട്ടിസം ബാധിച്ച 80% ഓട്ടിസമുള്ള ഒരു കുഞ്ഞു കുട്ടിനെ, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിനെ ഈ രൂപത്തിൽ ചൂട് വെക്കാനും അടിക്കാനും ഉപദ്രവിക്കാനും ആഹാരം കൊടുക്കാതിരിക്കാനും ഇത്രയും മനസാക്ഷി മരവിച്ച ഒരു മൃഗത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ സ്കൂളിലേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞു വിടുക? ഇത് നമ്മൾ വ്യക്തിവൈരാഗ്യം കൊണ്ട് പറയണമല്ല കേട്ടോ. ചൈൽഡ് ലൈൻ കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതൊന്നും പറയാൻ അറിയില്ല എന്ന് വിചാരിച്ചില്ല. കാരണം വാപ്പാൻ്റെ അടുത്തേക്ക്, മരിച്ചുപോയ ഉമ്മാൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തേക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഈ കുട്ടീനെ പറഞ്ഞു വിടണമെന്ന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും കോടതിയിൽ നിന്ന്. അത്ര 4 വയസ്സ് വരെ അവർ നോക്കിയതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സമയത്ത് എപ്പോഴെങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ 2 ദിവസം കുട്ടീനെ അവിടെ കൊണ്ടുപോയി നിർത്തണം, കുട്ടീനെ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് കോടതിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. കാരണം നമ്മൾ കോടതിയായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും പല കേസുകളിലും ഇതേമാതിരി പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്. കാരണം ഈ കഥയില്ലത് ജീവിതം, അതേമാതിരി തമിഴിലുണ്ട് ഒരു പ്രോഗ്രാം ചൊൽവതെല്ലാം ഉണ്മൈ, അങ്ങനത്തെയൊക്കെ പ്രോഗ്രാമിൽ കൂടെ കേസ് കൊടുത്തതും ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നതും അച്ഛനും അമ്മയ്ക്കും കാണാൻ പറ്റുന്നില്ല, അതായത് മുത്തശ്ശനും മുത്തശ്ശിക്കും കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾ വളർത്തിയതാണ് എന്നവർ കേസ് കൊടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തീരുമാനമാക്കി പോലീസ് സ്റ്റേഷനിൽ പോയി കുട്ടികളെ അവർ ഇത്ര വളർത്തിയതല്ലേ സ്നേഹിച്ചതല്ലേ അതുകൊണ്ട് അവർക്ക് കാണാനുള്ളൊരവസരം ഒരു ശനിയാഴ്ച ഞായറാഴ്ച അവർ കൂടെ വിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വെച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങളെ വീട്ടിൽ സൗകര്യമില്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് ആ കുട്ടീനെ കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനെ ആ കുട്ടിയുടെ ഉമ്മാൻ്റെ വാപ്പ വന്ന് ഈ കുട്ടീനെ കണ്ടപ്പോഴുള്ള അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. കഴുത്തിൽ മുറി, കയ്യമ്മ മുറി, പുറകിൽ ചൂട് വെച്ചത്. കാരണം മിണ്ടില്ലല്ലോ ആ മഹാപാവും, മിണ്ടാപ്രാണിയല്ലേ. ഉമ്മൈറ, നിനക്കൊക്കെ മരിച്ചു പോവണ്ടേ ഉമ്മൈറ, മരിച്ചു പോവണ്ട. ഈ ദുനിയാവിൽ നമ്മൾ തൽക്കാലത്തെ ജീവിതത്തിന് വന്നതാണ്. നമ്മളെല്ലാവരും ആരും തെറ്റ് ചെയ്യാത്തവരൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത്തരം ഒരു മിണ്ടാപ്രാണിയോട് നീ ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സാക്ഷി മരവിച്ചു പോയോ? മനസ്സാക്ഷി ഇല്ലേ നിനക്ക്? അത് മരിച്ചതിന് ശേഷമാണോ നീ ഒരു 2ാം വിവാഹക്കാരനെ വിവാഹം കഴിച്ചത്? അവിടെ ഇരിക്കുകയായിരുന്നല്ലോ ആ കുട്ടി അവിടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയാൽ പോരെ നിങ്ങൾക്ക് 2 പേർക്കും? ഇന്ന് സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളും നിങ്ങൾ നാറുന്നില്ലേ? ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നില്ല ആ കുട്ടി അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെന്ത് ചിന്തിച്ചു? നീയും നിൻ്റെ ഭർത്താവും അവർക്ക് വിട്ടുകൊടുത്താൽ ആ പേരവർ കൊണ്ടുപോകും. നിങ്ങൾ പേരും പ്രശസ്തിയും നോക്കി. കാരണം കല്യാണം കഴിച്ച് അവൻ സുഖമായിട്ട് ജീവിക്കുന്നു, അവൻ്റെ മോനെ ഞങ്ങളാണ് നോക്കണത് എന്നുള്ള ഇത് ഇവർ പറയുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് കേസ് കൊടുത്ത് ആ കുട്ടീനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ കുട്ടിക്കുണ്ടാകുന്ന അനുഭവമാണിത്. അതും എന്തുകൊണ്ടാണ് ഈ 2ാം കൂടി അമ്മ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അത് 80% ഓട്ടിസാണ്. പുറത്തു പോയി ആരോടൊന്നും പറയൂല. നമ്മളൊക്കെ എങ്ങനെ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റുമോ? ഒരു പൈതൽ അവളെടുത്തുണ്ട്, പറയാൻ പാടില്ല. പക്ഷെ എന്നാലും എൻ്റെ ഈ കുഞ്ഞിനോട് ചെയ്ത ഈ ഒരു ക്രൂരതയ്ക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. അവളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ കുട്ടിനെ ഒന്ന് ചൂട് വെച്ച് നോക്കിയാൽ അവൾക്ക് എത്രത്തോളം വേദനിക്കും. ഇത് ഞാൻ പറയാൻ പാടില്ലാത്ത വാക്ക് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു പോകുന്നത് അവൾ അതേ പ്രായത്തിലുള്ള മറ്റൊരു 6 വയസ്സുകാരനെ സംസാരിക്കാൻ വയ്യാത്തൊരു മിണ്ടാപ്രാണിനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയണത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. അപ്പോൾ എന്തൊരു മൃഗാണിത്. ഉമ്മൈറ വല്ലാത്തൊരു റയ്യന്നെയാണത്. ഏതായാലും നിനക്ക് റബ്ബിൻ്റെ കോടതിയിൽ ഒരു മാപ്പും ഉണ്ടാവില്ലടി, ഒരു മാപ്പും നിനക്കുണ്ടാവില്ല. എവിടെയോ കടന്ന കുട്ടീനെ മുണ്ടാൻ വയ്യാത്ത ഒരു ഓട്ടിസം ബാധിച്ച ഒരു പൊന്നു മോനെ നീ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിൽ നീ ഒരു മഹാപാപം ചെയ്ത നിനക്ക് അള്ളാൻ്റെ ദുനിയാവിലും നാളെ മൈസറയിലും നിനക്ക് ഒരു തണി ഉണ്ടാവില്ല. കാരണം നിൻ്റെ അടുത്ത് കൊടുന്ന്
ഇട്ട് തന്നിട്ട് നീ നോക്കടി, കല്യാണം കഴിച്ച സുഖമായിട്ട് നീ ജീവിക്കല്ലേ, നീയൊന്നും എൻ്റെ മാപ്പിള എന്നാ നീ നോക്കിക്കോ, ഞങ്ങൾക്കിതിനെ നോക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്നിട്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നെങ്കിൽ അപ്പോഴെങ്കിലും നിനക്കത് പറയാനൊരു ന്യായം ഉണ്ടായിരുന്നു. എനിക്ക് നോക്കാൻ ഇഷ്ടമല്ല, അവരെൻ്റെ അടുത്ത് കൊടുന്ന് തള്ളിയതല്ലേ എന്ന് നിനക്ക് പറയായിരുന്നു. പക്ഷേ അവരെ വിടാതെ അവരുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് കിട്ടാതെ പ്രശ്നങ്ങളാക്കി കോടതിയിലെത്തി അവിടെ പോയി നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിനെ ചെയ്യുന്നത് ഈ രൂപോ? അല്ല, എനിക്കൊന്നും ഇത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏതായാലും നീ നിലമ്പൂരല്ല, ഏത് ദുനിയാവിൽ നീ പോയാലും നീ ഇരിക്കുന്നിടത്ത് പുല്ല് പോലും മുളയ്ക്കൂല. അത്രയ്ക്ക് മഹാപാവമാണ് നീ ചെയ്തത്. ഏതായാലും മക്കളെ, എനിക്ക് കൂടുതലൊന്നും പറയില്ല, 10 മിനിറ്റ് വീഡിയോസായി. അപ്പോൾ ഞാൻ നിർത്തുന്നു. അസ്സലാമലൈക്കും. വീണ്ടും കാണാം. ആയുസ്സുണ്ടെങ്കിൽ. നമ്മളെ കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പില്ലല്ലോ. ഇറാൻ്റെ മാതിരി നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പില്ല. ഇരിക്കുന്ന ഈ കസാലയിൽ നിന്ന് എണിക്കുന്നുണ്ട്, എനിക്ക് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് കാണാൻ പറ്റിയ പിന്നെയും കാണാം.